ഹായ് ഓൾ, വെൽക്കം ടു മീറ്റ് ദ റൈറ്റ് ഗൈഡൻസ്. അപ്പൊ മക്കളെ, നമുക്കറിയാം നമ്മളുടെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ ഷോർട്ട് ലിസ്റ്റ് ഉടൻ തന്നെ വരാൻ പോവുകയാണ്. അപ്പൊ എല്ലാവർക്കും സന്തോഷകരമായ ഒരു വാർത്തയാണിത്. അറിയാലോ, ഇപ്പോൾ ഓൾറെഡി നമുക്ക് മെയിൻ എക്സാം വരെ കഴിഞ്ഞു. ഇനി നമുക്ക് 2026 ജനുവരിയിലാണ് നമുക്ക് എന്ത് വരുന്നത്, ഇന്റർവ്യൂ നമുക്ക് വരുന്നത് എന്നുള്ള വാർത്തയും കൂടി നമുക്ക് വന്നിരിക്കുകയാണ്. അതിനുശേഷം ഫെബ്രുവരി 16 തീയതി ആകുമ്പോഴാണ് നമുക്ക് ഷോർട്ട് ലിസ്റ്റ് പുറത്ത് വരുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് നോക്കാം. അതിനു മുന്നേ നമ്മുടെ മിന്റ് PSCയുടെ കേരള പിറവിയോടനുബന്ധിച്ച് നമ്മളൊരു ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്നായിരുന്നു, നമുക്ക് ഒക്ടോബർ 29 തുടങ്ങി നമുക്ക് നവംബർ 3 തീയതി വരെ ആയിരുന്നു നമുക്ക് ഓഫർ വരുന്നത്. അപ്പോൾ എന്താണ്, ഇന്ന് നിങ്ങൾക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഒരു 1 ഡേ കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. 4 തീയതി വരെ നിങ്ങൾക്ക് ഓഫർ അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഏത് കോഴ്സ് നമ്മൾ ഇന്ന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് 50%, 15% നമുക്ക് ഡിസ്കൗണ്ട് വരുന്നത്. നമ്മളുടെ KP015 എന്ന കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് കോഴ്സും എന്താണ് ഡിസ്കൗണ്ടോട് കൂടി തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് നോക്കാം, നമ്മളുടെ ഈ ഷോർട്ട് ലിസ്റ്റിന്റെ വാർത്തയായിട്ട് വന്നിരിക്കുന്നത് റാങ്ക് ലിസ്റ്റ് ഫെബ്രുവരി 16 എന്നുള്ളത് ഓൾറെഡി വന്നു. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ എന്താണ് ഷോർട്ട് ലിസ്റ്റ് ഉടൻ പ്രസിദ്ധീകരിക്കാൻ ഒക്ടോബർ 27 ചേർന്ന യോഗത്തിലാണ് തീരുമാനം ഉണ്ടായിരുന്നത്. അതിൽ തന്നെ നമുക്ക് എന്താ പറയുന്നത്, നമ്മളുടെ 3 സ്ട്രീമുകളായി ഒക്ടോബർ 17, 18 തീയതികളിൽ നടത്തിയ മെയിൻ പരീക്ഷയുടെ അടിസ്ഥാനത്തിലുള്ള ലിസ്റ്റാണ് പ്രസിദ്ധീകരിക്കുന്നത്. ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ ഇന്റർവ്യൂ 2026 ജനുവരിയിൽ പൂർത്തിയാക്കി ഫെബ്രുവരി 16 റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. അപ്പൊ ഓൾറെഡി നമുക്ക് മനസ്സിലായല്ലോ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുന്നതാണ് അല്ലെ. അപ്പൊ ഇനി എന്ത് ചെയ്യാം, മെയിൻസ് കഴിഞ്ഞു, ഇനി എല്ലാവരും തന്നെ എക്സാം എഴുതിയ എല്ലാവരും തന്നെ എന്ത് ചെയ്യാം, ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാം കേട്ടോ. ഇനി മെയിൻ പരീക്ഷ എഴുതിയവരുടെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. 94% പേരും എന്താണ് കേസിന്റെ മെയിൻ പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൽ സ്ട്രീം 1 308, സ്ട്രീം 2 211, സ്ട്രീം 3 155 എന്നിങ്ങനെ 674 പേരാണ് പരീക്ഷ എഴുതാനുണ്ടായിരുന്നത്. ഇതിൽ 640 പേർ ഒക്ടോബർ 17 നടത്തിയ പരീക്ഷയിൽ പങ്കെടുത്തു. ഇതിൽ 5 പേർ 18 നടത്തിയ പരീക്ഷ എഴുതിയില്ല. ഒക്ടോബർ 17 സ്ട്രീം 1 292 പേരും, സ്ട്രീം 2 202, സ്ട്രീം 3 146 പേർ വീതമാണ് പരീക്ഷ എഴുതിയത്. ഒക്ടോബർ 18 സ്ട്രീം 1 292 പേര് എഴുതിയപ്പോൾ 2 തലേന്നു ഹാജരായ 3 പേർ എഴുതിയില്ല. 199 പേരാണ് ഈ സ്ട്രീമിൽ പരീക്ഷ എഴുതിയത്. ഇനി സ്ട്രീം 3 ആദ്യ ദിനം പരീക്ഷ എഴുതിയതിൽ 2 പേർ കുറഞ്ഞു. അങ്ങനെ 144 പേര് പരീക്ഷ എഴുതിയത്. അപ്പൊ ഓൾറെഡി നമുക്കറിയാം, എക്സാം എഴുതാൻ പോയവർക്ക് അറിയാം നമുക്ക് എന്താണ് എത്ര പേരുണ്ടായിരുന്നു എക്സാം എഴുതാനുണ്ടായിരുന്നു എന്നെല്ലാം അറിയാം. എക്സാമിന്റെ പാറ്റേൺ എല്ലാം അറിയാം. ഇനി അടുത്ത ഒരു കടമ്പ എന്ന് പറയുന്നത് ഇന്റർവ്യൂ ആണ്. നമ്മൾ എക്സാം എഴുതി, അതായത് മെയിൻ ലിസ്റ്റിൽ വരും, അല്ലെങ്കിൽ എന്താണ് മെയിൻ ലിസ്റ്റിൽ എന്തായാലും നമുക്ക് ഒരു പ്രതീക്ഷ എല്ലാവരും തന്നെ എന്ത് ചെയ്യാം, ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കാം. നല്ല രീതിയിൽ അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാം, പ്രിപ്പറേഷൻ തുടങ്ങിക്കോളും കേട്ടോ. അപ്പോ ഇതുപോലുള്ള ഒരുപാട് പരീക്ഷകളാണ് നമുക്ക് ഇനി വരാനിരിക്കുന്നത്. നമുക്കറിയാലോ, നമ്മളുടെ കാറ്റ് എക്സാം വരുന്നുണ്ട്. നമുക്ക് ഡിഗ്രി ലെവൽ എക്സാമിന് ഒരു പെരുമഴയാണ് നമുക്ക് വരുന്നത്. കാറ്റ് എക്സാം വരുന്നുണ്ട്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, SBCRD, എക്സൈസ് ഇൻസ്പെക്ടർ, അങ്ങനെ ഒരുപാട് നമുക്ക് എക്സാംസും ഇനി വരുന്നുണ്ട്. അപ്പൊ അതിനെല്ലാം വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അതിന് മുന്നേ തന്നെ നമ്മുടെ കാറ്റ് എക്സാം, അതായത് നമുക്കറിയാം കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ അസിസ്റ്റന്റ് എക്സാം നമുക്ക് വിളിച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പൊ അതിന് വേണ്ടിയിട്ട് മിന്റ് PSC ഒരു സ്കോളർഷിപ്പ് എക്സാം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഈ വരുന്ന നവംബർ 5 തീയതിയാണ് സ്കോളർഷിപ്പ് വരുന്നത്. നിങ്ങൾക്ക് അപ്പൊ ഈ ടൈമിലൊക്കെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം കേട്ടോ. എന്തായാലും രജിസ്റ്റർ ചെയ്യാം എല്ലാവരും. ഇത് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും എന്താണ്, അതായത് നല്ല രീതിയിൽ മാർക്ക് ലഭിക്കുന്നവർക്ക് നമുക്ക് എന്താണ് ഒരു നല്ല മികച്ച മാർക്ക് ലഭിക്കുന്നവർക്ക് നമ്മളുടെ കോഴ്സ്, നമ്മുടെ കാറ്റിന്റെ കോഴ്സ് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ എല്ലാവരും രജിസ്റ്റർ ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ മോക്ക് ടെസ്റ്റുകൾ എഴുതി നോക്കാം. നമ്മുടെ നിലവാരം അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് നമ്മൾ ടെസ്റ്റ് ഒക്കെ എഴുതാൻ വേണ്ടി പറയുന്നത്. അപ്പൊ നമ്മളുടെ സ്കോളർഷിപ്പ് എക്സാം വരുന്നത് നവംബർ 5 തീയതി 10 മണി തുടങ്ങി 12 മണി വരെയാണ് എക്സാം വരുന്നത്. അപ്പൊ അതിന് വേണ്ടി എന്ത് ചെയ്യാം, ഇപ്പോൾ മിന്റ് PSC ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്യാം. അതിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പൊ എല്ലാവരും മറക്കാതെ തന്നെ എന്ത് ചെയ്യാം, ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യാനായിട്ട് ശ്രമിച്ചോളാം കേട്ടോ. അതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ ഓഫീസറിന്റെ ഇത് നമ്മൾ തുടങ്ങിയിരിക്കുകയാണ്, കോഴ്സ് തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ അതിലേക്ക് 200-ലധികം നമ്മളുടെ ലൈവ് ക്ലാസ്സും റെക്കോർഡ് ക്ലാസ്സും പിന്നെ മെന്റർഷിപ്പും പിന്നെ അതിലെ തന്നെ നമുക്ക് എന്താണ് സൗജന്യമായിട്ട് 1 ലക്ഷത്തിലധികം ചോദ്യോത്തരങ്ങൾ അടങ്ങുന്ന ടെസ്റ്റ് സീരീസും നിങ്ങൾക്ക് അവൈലബിൾ ആണ്.
അപ്പോൾ ഈ എക്സാമിന് വേണ്ടി പഠിക്കുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നല്ല രീതിയിൽ തന്നെ പ്രിപ്പറേഷൻ തുടങ്ങുക. ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവരും തന്നെ ഈ നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കുക. ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ RH005 എന്ന കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളും അവൈലബിൾ ആയിരിക്കും. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നല്ല രീതിയിൽ പഠനം തുടങ്ങുക. നമ്മളുടെ KS എക്സാം ഇനി ഇന്റർവ്യൂ ആണ് അടുത്തത്. അപ്പൊ അതും കൂടി നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. നല്ല രീതിയിൽ പ്രിപ്പറേഷൻ എല്ലാവരും തന്നെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങാം കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക്